പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഈ പേപ്പറിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് പോവുക. ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ് വരെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഈ യൂണിറ്റ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ മെമ്മറി ആൻഡ് സ്റ്റോറേജിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് നേരിട്ട് ഇതിൻ്റെ പ്രസൻറ്റേഷനിലേക്ക് പോകാം. സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം. ഇലക്ട്രോണിക്കലി നമുക്ക് ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും പ്രോസസ്സറിന് ആവശ്യം വരുന്ന മുറയ്ക്ക് നൽകാനായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലമാണ് മെമ്മറി ഡിവൈസ്. മെമ്മറിയെ പ്രധാനമായും രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, അതിൻ്റെ പ്രൈമറി മെമ്മറി എന്ന് പറയും. അതായത് കമ്പ്യൂട്ടറിൻ്റെ CPU നേരിട്ട് ആക്സസ് ചെയ്യുന്ന പ്രൈമറി മെമ്മറി ലൊക്കേഷൻ. സ്വാഭാവികമായിട്ടും അവ ഉപയോഗിക്കാം ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യാനും ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ സപ്ലൈ ചെയ്യാനും വേണ്ടി CPU നേരിട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നവയാണ് ഈ മെമ്മറി ഡിവൈസ്. രണ്ടാമത്തത് സെക്കൻഡറി മെമ്മറി ഡിവൈസുകളാണ്. ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഡേറ്റ പിന്നെ ഭാവിയിൽ മറ്റൊരു സ്ഥലത്ത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവ പെർമനൻ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടത് അനിവാര്യമായി വരുന്നു. അത്തരം സാഹചര്യത്തിലാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി ഡിവൈസുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യണമെങ്കിൽ പ്രൈമറി മെമ്മറി മാത്രം മതി. ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ സ്റ്റോർ ചെയ്യേണ്ട ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. എന്നാൽ സ്ഥിരമായിട്ടുള്ളൊരു മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി എന്ന് കാണാനായിട്ട് കഴിയും. പ്രൈമറി മെമ്മറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും നിലവിൽ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ, ഉദാഹരണത്തിന് നമ്മൾ 25, 36 കൂടെ ആഡ് ചെയ്യണമെന്ന് കരുതുക. അവിടെ അവസാനത്തെ ഡിജിറ്റ് 5ഉം 6ഉം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് 1 എഴുതിയിട്ട് 1 ശിഷ്ടം അത് മറ്റൊരു സ്ഥലത്തേക്ക് എഴുതി വയ്ക്കും. അത്തരത്തിൽ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ടെമ്പററി ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒത്തിരി ഡേറ്റാസ് കാണും. ഇതുപോലെ നമ്മൾ ഇവിടെ ക്യാരി എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് പോലെ മാറ്റിവെക്കുന്ന ഡേറ്റ അത് സൂക്ഷിക്കാനായിട്ടൊരു സ്ഥലം വേണം. അത്തരത്തിൽ ഒരു പ്രോസസ്സിങ് നടക്കുമ്പോൾ താൽക്കാലികമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന ഡേറ്റകളൊക്കെ ഈ പ്രൈമറി മെമ്മറിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ വോളറ്റൈൽ എന്നുള്ള പദം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അവയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ വോളറ്റൈൽ ആണെന്ന് കാണാനായിട്ട് കഴിയും. വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ പവർ പോകുന്നത് അപ്പോൾ ആ മെമ്മറിയുടെ കണ്ടന്റും നഷ്ടമാകും എന്നുള്ളതാണ് വോളറ്റൈൽ മെമ്മറിയുടെ പ്രത്യേകത. അവിടെ പവർ കമ്പ്യൂട്ടർ എപ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്യുന്നത് അതുവരെ മാത്രമേ മെമ്മറിയിൽ ഇത്തരം ഡീറ്റെയിൽസ് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് കഴിയൂ എന്ന് സാരം. അടുത്തതായിട്ട് നമ്മൾ ഡേറ്റ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സ്റ്റോറേജ് മീഡിയം അനിവാര്യമായി വരും. ഇത്തരത്തിലുള്ള സ്റ്റോറേജ് ഡിവൈസുകളെയാണ് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറി എന്ന് വിളിക്കുക. അതായത് നമുക്കൊരു പ്രോഗ്രാം ചെയ്തിട്ട് ആ പ്രോഗ്രാമിൻ്റെ റിസൾട്ട് പിന്നെ വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കണമെങ്കിൽ അവയെ നമുക്ക് കോപ്പി ചെയ്ത് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതിനുപയോഗിക്കും നമുക്ക് ഹാർഡ് ഡിസ്ക് നമുക്ക് ഉപയോഗിക്കാം. പലതരത്തിലുള്ള സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളുണ്ട്. അവയെപ്പറ്റി നമ്മൾ പിന്നാലെ പഠിക്കുന്നതാണ്. അടിസ്ഥാനപരമായിട്ട് ഇവയെ നമ്മൾ നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അതായത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ അവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരമായി സൂക്ഷിച്ചു വയ്ക്കേണ്ട ഡേറ്റയും ഇൻസ്ട്രക്ഷനുകളും ഒക്കെ നമ്മൾ ഇത്തരം മെമ്മറിയിലാണ് സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രമിക്കാറ്. സാധാരണയായി നമ്മൾ മെമ്മറി എന്ന് പറയുമ്പോൾ പ്രൈമറി മെമ്മറിയും സ്റ്റോറേജ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ സാധാരണ സെക്കൻഡറി മെമ്മറിയും പറ്റിയും ചിന്തിക്കുക. അതായത് മെമ്മറി എന്നുള്ള ഒറ്റ വാക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പ്രൈമറി മെമ്മറി, അതെല്ലാം നമ്മളൊരു മൊബൈൽ മേടിച്ചിട്ട് ഇതിന് എത്ര മെമ്മറി ഉണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം സെക്കൻഡറി സ്റ്റോറേജ് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജിൻ്റെ കപ്പാസിറ്റി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. 6GB ആണോ 4GB ആണോ, അതായത് അതിലുള്ള പ്രൈമറി മെമ്മറിയാണ് ആ ടേം കൊണ്ട്
റെപ്രസെന്റ് ചെയ്യുക. എന്നാൽ അതിന് എത്ര സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടെന്ന് ചോദിക്കാൻ നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിന്റെ കപ്പാസിറ്റി ആയിരിക്കും പറയുക. അപ്പോൾ പ്രൈമറി മെമ്മറിയെ വെറും മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈമറി മെമ്മറി, വെറുതെ നമ്മൾ സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോറേജ് എന്നാണ് അർത്ഥം. മെമ്മറി എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് യഥാർത്ഥത്തിൽ 2 സ്റ്റേറ്റുകളിലാണ് വർക്ക് ചെയ്യുക, 0 and 1. കറണ്ട് പ്രവഹിക്കാത്ത സമയത്ത് അതിനെ 0 എന്നും കറണ്ടിന്റെ പ്രസൻസിനെ 1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു സ്വിച്ചിന് 2 സ്റ്റേറ്റ് ഉള്ളതുപോലെ, സ്വിച്ച് ഓൺ ആൻഡ് ഓഫ്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പ്രവഹിക്കും, അതിനെ നമ്മൾ 1 എന്നും. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കറണ്ട് പ്രവഹിക്കില്ല, ആ സർക്യൂട്ട് ബ്രേക്ക് ആവും, അതിനെ നമ്മൾ ഓഫ് സ്റ്റേജ് എന്ന് പറയും. ഈ 2 വാല്യൂകളാണ് ആക്ച്വലി 2 വോൾട്ടേജുകളാണ് ഈ 2 വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുക. അവിടെ 0യെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്, 1നെ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു വോൾട്ടേജ്. അപ്പോൾ 1 എന്ന് പറയുന്ന ആ വോൾട്ടേജ് സർക്യൂട്ടിൽ വരുമ്പോഴും അതിനെ 1 എന്ന് കമ്പ്യൂട്ടർ ഐഡന്റിഫൈ ചെയ്യും. ഈ വാല്യൂസിനെയാണ് നമ്മൾ ബൈനറി ഡിജിറ്റ് എന്നറിയപ്പെടുക, 0 and 1. അടിസ്ഥാനപരമായി ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളൊക്കെ പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേഷനാണ്, ബൈനറി ഇൻഫർമേഷൻ. ബൈ എന്ന് പറഞ്ഞാൽ 2, അപ്പോഴാ സംഖ്യാക്രമത്തിൽ 2 അക്കങ്ങൾ മാത്രമേ ഉള്ളൂ, 0ഉം 1ഉം. ഈ 0ഉം 1നെയാണ് നമ്മൾ ബൈനറി ഡിജിറ്റ് എന്ന് പറയുക. അതിന്റെ ഷോർട്ട് ഫോം ബൈനറി ഡിജിറ്റിനെ ഒന്ന് ചെറുതാക്കുമ്പോൾ ബിറ്റ് എന്നുള്ള പദം കിട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബിറ്റ് എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പീസ് ഓഫ് ഇൻഫർമേഷനെ, ഒരു ഡിജിറ്റ് ഓഫ് റെപ്രസെന്റേഷനെ, ഡിജിറ്റിനെയാണ് നമ്മൾ 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ഒറ്റ ഡിജിറ്റ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്പേസിനെയാണ് നമ്മൾ ബിറ്റ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുക. ഒത്തിരിയധികം യൂണിറ്റ്സുകൾ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയുടെ മെഷർമെന്റിനായിട്ട് നിലവിലുണ്ട്. കമ്പ്യൂട്ടറിന്റെ മെമ്മറിയുടെ മെഷർമെന്റ് പറയുന്നത് ഇക്കാലത്ത് പറയുന്നത് ജിഗാബൈറ്റ് എന്നാണെങ്കിലും ആ ജിഗാബൈറ്റ് എത്തിയത് പല മാറ്റങ്ങളിലൂടെയാണെന്ന് കാണാനായിട്ട് കഴിയും. അതിലൊന്നാമത്തത് ബിറ്റ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡേറ്റയാണ്. ഹോൾഡ് ഓൺലി വൺ അല്ലെ, 1 ഓഫ് ദ 2 വാല്യൂസ്. 0 അല്ലെങ്കിൽ 1 മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ബിറ്റ് എന്ന് പറയുന്ന പദം. മെമ്മറിയുടെ യൂണിറ്റുകളിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ഇതാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്, ബിറ്റ്. ഇവിടെ ബിറ്റ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം, ഒരു സിംഗിൾ ഡിജിറ്റ് ആണ്. 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ഒരു സിംഗിൾ ഡിജിറ്റിനെയാണ് ബിറ്റ് എന്ന പദം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള 8 ബിറ്റുകൾ ഒരുമിച്ച് ചേരുമ്പോൾ നമുക്കതിനെ ബൈറ്റ് എന്ന് പറയാനായിട്ട് കഴിയും. 0 0 0 0 1 1 1 1 4 1 4 0 ആകുമ്പോൾ 8 ബിറ്റുകളായി. 8 ബിറ്റുകൾ ചേരുമ്പോൾ അതിനെ ബൈറ്റ് എന്ന് നമ്മൾ പറയും. അത്തരത്തിലുള്ള 1024 ബൈറ്റ്സ് ചേരുമ്പോൾ ഒരു കിലോ ബൈറ്റ് എന്ന് പറയും. 1000 അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയുന്നത് ഇപ്പം 1000 ഗ്രാം ആണ് ഒരു കിലോഗ്രാം, 1000 മീറ്റർ ആണ് ഒരു കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ 1000 ബൈറ്റ് ആണ് ഒരു കിലോ ബൈറ്റ് എന്ന് സാധാരണ ജനറൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിൽ തന്നെയും എക്സാക്ട്ലി 1024 ബൈറ്റ് ആണ് ഒരു കിലോ ബൈറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മെഗാബൈറ്റ് വരുന്നു. അതുപോലെ തന്നെയാണ് 1024 കിലോ ബൈറ്റ് ആകുമ്പോൾ ഒരു മെഗാബൈറ്റ് ആവുന്നു. സാധാരണ അതായിരുന്നു ഒരു കാലം വരെ നമ്മുടെ റാമിന്റെ കപ്പാസിറ്റിയെ അളക്കാൻ ഉപയോഗിച്ചിരിക്കുക, അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു യൂണിറ്റ് MB ആയിരുന്നു, മെഗാബൈറ്റ്. ആ മെഗാബൈറ്റിന് ശേഷമാണ് ജിഗാബൈറ്റ് എന്ന് പറഞ്ഞത്. 1024 മെഗാബൈറ്റ് വരുമ്പോൾ ഒരു ജിഗാബൈറ്റ് ആവുന്നു. അതായത് 10⁹9 അല്ലെ. കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 10⁻³ ബൈറ്റ് ആണ്. മെഗാബൈറ്റ് എന്ന് പറയുന്നത് 10⁻6 ബൈറ്റ് ആണ്. ജിഗാബൈറ്റ് എന്ന് പറയുന്നത് 10⁻9 ബൈറ്റ്. ഇവയാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആയിട്ട് സാധാരണ ഹാർഡ് ഡിസ്കിന് വേണ്ടിയുള്ള യൂണിറ്റ് ആയിട്ട് ഇവയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും നമ്മുടെ ഈ പുസ്തകം എഴുതുന്ന ഒരു കാലഘട്ടത്തിൽ മെയിൻ മെമ്മറി റാമിനെ യൂണിറ്റ് ആയിട്ട് മെഗാബൈറ്റും ഹാർഡ് ഡിസ്കിന്റെ യൂണിറ്റ് ആയിട്ട് ജിഗാബൈറ്റുമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിലവിൽ അതല്ല സാഹചര്യം. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ പോലും റാം 3GB 4GB 6GB ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇക്കാലത്ത് റാമിന്റെ കപ്പാസിറ്റി മെഗാബൈറ്റ് മാറി ജിഗാബൈറ്റിലും ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റി ജിഗാബൈറ്റ് മാറി തൊട്ടടുത്ത യൂണിറ്റിലേക്ക് എത്തുന്നു. 1024 ജിഗാബൈറ്റ് ചേരുമ്പോൾ ഒരു ടെറാബൈറ്റ് ആവുന്നു, 10⁻12 ബൈറ്റ്.
അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും നിങ്ങൾ കമ്പ്യൂട്ടർ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന ഹാർഡ് ഡിസ്കിന്റെ സൈസ് ടെറാബൈറ്റുകളിലായിരിക്കും. ഒരു കാലത്ത് ഈ ടെറാബൈറ്റ് കപ്പാസിറ്റിയുള്ള കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്നത് സൂപ്പർ കമ്പ്യൂട്ടറുകളിലായിരുന്നു. ഇതിൽ ഇന്ന് സാധാരണയുള്ള മൈക്രോ കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് ടെറാബൈറ്റിന് ഉപയോഗിക്കാനായിട്ട് കഴിയും. ടെറാബൈറ്റ് കഴിഞ്ഞിട്ട് പൈക്ക, പെൻറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ബൈറ്റുകളുണ്ട്. പക്ഷെ ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല തൽക്കാലം. നമ്മുടെ പുസ്തകത്തിൽ ടെറ വരെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ടെറാബൈറ്റ് നടത്തും. 10⁻12. മെമ്മറി, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ മെമ്മറി 3 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഇന്റേണൽ പ്രോസസർ മെമ്മറി എന്നറിയപ്പെടുന്നു. പ്രോസസറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനുകളാണ് ഇവ. ഇവ വളരെ ഫാസ്റ്റായിട്ട് ഡേറ്റ ക്യാരി ചെയ്യാൻ പറ്റുന്ന ബസ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതായത് പ്രോസസറിനുള്ളിലെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇസ് റിയലി ഫാസ്റ്റ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ടുള്ള മെമ്മറി വേണം, ഫാസ്റ്റായിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള മെക്കാനിസവും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവ CPU-നുള്ളിൽ ആണ് ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കാണാനായിട്ട് കഴിയും. യൂഷ്വലി ഈ ഇന്റേണൽ പ്രോസസർ മെമ്മറി എന്ന് പറയുന്നത് ക്യാഷ് മെമ്മറി ഉണ്ട്. അതുകൂടാതെ സ്പെഷ്യൽ രജിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്ന ചില എണ്ണം പറയാൻ പറ്റുന്ന ചില രജിസ്റ്ററുകളും ഈ CPU-നുള്ളിൽ ടെമ്പററി ആയിട്ടുള്ള സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഈ 2 മെമ്മറികൾക്കും, ക്യാഷ് മെമ്മറി അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഇന്റേണൽ മെമ്മറിയായ സ്പെഷ്യൽ രജിസ്റ്റേഴ്സിനും നേരിട്ട് CPU-നെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവയുടെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് CPU-നുമായിട്ട് ഡീൽ ചെയ്യുന്ന മെമ്മറി ഡിവൈസുകളാണ് ഈ ക്യാഷ് മെമ്മറി രജിസ്റ്റേഴ്സ്. ഇത്തരം മെമ്മറികൾ ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാനും ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാനും കറണ്ട് ആയിട്ട് നിലവിൽ CPU ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷനും ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ടും അവയുടെ ടെമ്പററി ആയിട്ടുള്ള റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ടാണ് അവ ഉപയോഗിക്കുന്നതെന്ന് കാണാം. ഈ മെമ്മറികളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്ന മെമ്മറികളിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി. ഫാസ്റ്റ് ആകുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം അനുമാനിക്കേണ്ടി വരും, അവ ഫാസ്റ്റ് ആകുന്നതോടൊപ്പം എക്സ്പെൻസീവുമാണെന്ന് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആകുമ്പോഴത്തേക്കും നമ്മൾ തന്നെ കടയിൽ പോയി സാധനമൊക്കെ മേടിക്കുമ്പോൾ കൂടുതൽ വില പിടിച്ച സാധനങ്ങൾ കുറച്ചല്ലേ മേടിക്കുള്ളൂ, അല്ലെ, വെയിറ്റ്. അപ്പോൾ നമ്മൾ വില അനുസരിച്ചാണ് സാധനങ്ങൾ വാങ്ങുന്നത് തീരുമാനിക്കും പോലെ വലിയ വില കൂടിയ മെമ്മറി ലൊക്കേഷനുകൾ വളരെ കുറച്ച് മാത്രമേ, സൈസ് ചെറിയായിട്ടുള്ള മെമ്മറികൾ മാത്രമേ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാറുള്ളൂ. ജനറലി യൂസ് ടു കോമ്പൻസേറ്റ് ദ സ്പീഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് ദ പ്രോസസർ. സാധാരണയായി പ്രോസസറും പ്രൈമറി മെമ്മറിയും തമ്മിലുള്ള സ്പീഡ് മിസ്മാച്ച് തരണം ചെയ്യാനായിട്ട്, കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇന്റേണൽ പ്രോസസർ മെമ്മറികൾ ഉപയോഗിക്കുക. അവർ വളരെ സ്ലോ ആയിട്ടുള്ള റാം, വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന CPU, ഇവ രണ്ടിലും ഇടയ്ക്ക് ഇവ തമ്മിലുണ്ടാകുന്ന സമയക്രമങ്ങളിലെ വ്യത്യസ്തതകളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മെമ്മറി ഉപയോഗിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. ഇനി നമ്മൾ വന്ന പ്രൈമറി മെമ്മറിയിലേക്കാണ്. പ്രൈമറി മെമ്മറിയാണ് സോ കോൾഡ് റാം അല്ലെങ്കിൽ റോം എന്ന് പറയുക. 2 തരത്തിലുള്ള പ്രൈമറി മെമ്മറികളുണ്ട്. ഇവയെ നമ്മൾ മെയിൻ മെമ്മറി എന്നും വിളിക്കുന്നു. റാമും റോമും ഒരുമിച്ച് നമുക്ക് മെയിൻ മെമ്മറി എന്നും പറയാനായിട്ട് കഴിയും. അപ്പോൾ മെയിൻ മെമ്മറി അഥവാ പ്രൈമറി മെമ്മറി എന്ന് വിളിക്കുന്നതാണ് റാമും റോം. എല്ലാ കമ്പ്യൂട്ടറിനകത്തും ഒരു ചെറിയ എമൗണ്ടിലുള്ള റോം കാണും, റീഡ് ഓൺലി മെമ്മറിയും. അവയുടെ പർപ്പസ് എന്ന് പറയുന്നത് അവ ഫേം വയറുകൾ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഫേം വയർ എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു ഡെഫിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർസ് എംബഡഡ് ഇൻ ഹാർഡ്വെയർ. ഹാർഡ്വെയറിനുള്ളിൽ സോഫ്റ്റ്വെയർ എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്നത് ഫേം വയർ എന്ന് പറയുന്നു. ഇവയെ നമ്മൾ ബയോസ് എന്നറിയപ്പെടുന്നു, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ് അറിയപ്പെടുക. ഏതൊരു കമ്പ്യൂട്ടറിന് ഇത്തരത്തിലുള്ള ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം വേണം. നിങ്ങൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അതിനുപരിയായി ഒരു ഫേം വയർ ബയോസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിസ്റ്റം ബൂട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് കാണാൻ കഴിയും. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യഥാർത്ഥത്തിൽ ബൂട്ട് ചെയ്യുന്നതിന് മുൻപേ കുറച്ച് കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്താൽ മാത്രമേ ബൂട്ടിങ്ങിന് കമ്പ്യൂട്ടർ സജ്ജമാകൂ. അപ്പോൾ ബൂട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ബൂട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നും അതെവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും
ഈ കമ്പ്യൂട്ടറിലുള്ള എല്ലാ യൂണിറ്റുകളും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ ഒക്കെ കമ്പ്യൂട്ടറിന്റെ കോമ്പണൻസ് ഉപയോഗിച്ച് നടത്തി. ഇവയൊക്കെ ശരിയാണെന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ലോഡ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടപ്പിൽ വരുത്തണമെങ്കിൽ ചില സോഫ്റ്റ്വെയറുകൾ ഹാർഡ്വെയറിനുള്ളിൽ എംബഡ് ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിനുവേണ്ടിയാണ് റീഡ് ഓൺലി മെമ്മറി വെച്ചേക്കുന്നത്. ഈ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് അതിനകത്ത് ചെറിയ ചില പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിന് അടിസ്ഥാനപരമായി ഫങ്ഷനിങ് ചെയ്യാനായിട്ടുള്ള ചില പ്രോഗ്രാമുകൾ. ആ പ്രോഗ്രാമുകൾ യൂസറിന് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ല, മറിച്ച് അവയെ ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുവാനായിട്ടാണ് ഇവ റോം സജ്ജമാക്കിയിരിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. This holds enough information to enable a computer to check it hardware. ഞാൻ നേരത്തെ പറഞ്ഞ ഹാർഡ്വെയർ ചെക്ക് ചെയ്യുന്നു. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴേ തന്നെ നമുക്കറിയാമല്ലോ, ആദ്യം കീബോർഡിലുള്ള ലൈറ്റ് ഗ്ലോ ചെയ്യുന്നു, മോണിറ്ററിലെ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നു. പല പ്രോസസ്സിംഗ് അകത്ത് നടന്നതിന് ശേഷമാണ് സിസ്റ്റം ബൂട്ട് ചെയ്യുന്നത്, അല്ലെ? അതിനുശേഷമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, റാമിലേക്ക് കൊണ്ടുവരുന്നത് സിസ്റ്റം ബൂട്ടിങ്ങിന്റെ സമയത്ത്. യഥാർത്ഥത്തിൽ ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചിട്ട് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ബൂട്ടിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് നമുക്ക് ഈ ബയോസ് നമ്മളെ സഹായിക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. റാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന ടെമ്പററി ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വോളറ്റൈലാണ്. പക്ഷേ ഏതൊരു പ്രോഗ്രാമും കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവ റോമിലേക്ക് എടുത്തു വെച്ചാൽ മാത്രമേ മതിയാവൂ. ഉദാഹരണത്തിന് നിങ്ങൾ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നു, നിങ്ങൾ നോട്ട് ബുക്കിൽ നോട്ട് കുറിക്കുന്നു. എന്നിരുന്നാലും പരീക്ഷയുടെ തലേദിവസം നിങ്ങൾ ഒന്നുകൂടെ നോട്ട് ബുക്ക് എടുത്ത് വായിക്കുന്നു. അതായത് സെക്കൻഡറി സ്റ്റോറേജിലുള്ള ഡീറ്റെയിൽസ് പ്രൈമറി സ്റ്റോറേജിലേക്ക് മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സജ്ജമാകൂ എന്ന് കാണാനായിട്ട്. അപ്പോൾ അത് തന്നെയാണ് റാമിന്റെ ജോലിയും. ഏതൊരു കാര്യവും CPU ചെയ്യണമെങ്കിൽ CPU ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ഉള്ള ഈ റാമിലേക്ക് കാര്യങ്ങൾ എടുത്തു വെച്ചാലേ മതിയാവുള്ളൂ. അപ്പോൾ എന്ത് കാര്യവും സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ നോട്ട് ബുക്കിനകത്ത് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളത് പഠിച്ചോ എന്നുള്ളതാണ് പ്രധാനം. അപ്പം അത്തരത്തിലുള്ള ഒരു പഠനത്തിലൂടെയാണ് ഈ സെക്കൻഡറി സ്റ്റോറേജിലെ ഡീറ്റെയിൽസ് പ്രൈമറിയിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ റാമിൽ നിന്നും വളരെ വേഗത്തിൽ ഈ വിവരങ്ങൾ കമ്പ്യൂട്ടറിന് എടുക്കാനും കഴിയും എന്ന് കാണുന്നു. അതായത് CPU ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. ഇനി സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ആക്സിലറി മെമ്മറി എന്നും അറിയപ്പെടുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇൻസ്ട്രക്ഷനെ അല്ലെങ്കിൽ പ്രോഗ്രാമുകളുടെയോ ഡേറ്റയോ ഒക്കെ ബാക്കപ്പിന് വേണ്ടി സ്റ്റോർ ചെയ്യാനായിട്ട് ബാക്കപ്പ് സ്റ്റോറേജ് ആയിട്ടാണ് ഈ സെക്കൻഡറി സ്റ്റോറേജുകൾ സാധാരണ ഉപയോഗിക്കുക. എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടാൻ ഉള്ള ഡീറ്റെയിൽസ് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അവ നമ്മൾ ക്ലാസ്സിലിരുന്ന് നോട്ട്ബുക്കിൽ കുറിക്കുന്നത് പോലെ മറന്നുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ഒരു പോർഷനാണ്. അപ്പോൾ അവ വോളറ്റൈലാണ്. കുറെ സമയം കഴിയുമ്പോൾ ആ ഡീറ്റെയിൽസ് നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ അതങ്ങ് മറന്നു. അപ്പോൾ അങ്ങനെ മറക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ നോട്ട് ബുക്കിൽ അവ കുറിക്കുന്നു. അതുപോലെ കമ്പ്യൂട്ടർ മറന്നുപോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ, ഭാവിയിൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അവ അതിന്റെ മെമ്മറിയിൽ കുറിച്ച് വയ്ക്കുന്നു. അത്തരത്തിൽ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് സെക്കൻഡറി സ്റ്റോറേജ്. ഇതിന്റെ നേട്ടം ഇവ വളരെ ചെലവ് കുറഞ്ഞതാണ്, ലീസ്റ്റ് എക്സ്പെൻസീവ് ആണ്. പിന്നെ ലാർജർ ആയിട്ടുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ഇവകൾക്കുണ്ട്. ഇൻസ്ട്രക്ഷനും ഡേറ്റയും പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് കഴിയും. They can only be removed if the user wants. അല്ലെ, യൂസർ വിചാരിച്ചാൽ മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ ഒരു നോട്ട് ബുക്കിനകത്ത് ഒരു സാധനം കുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. പെൻസിൽ കൊണ്ട് എഴുതിയാൽ നമ്മൾ എറേസ് ചെയ്ത് കഴിയും, പേന കൊണ്ട് എഴുതിയാൽ നമുക്ക് വെട്ടിക്കളയാം, കീറിക്കളയാം എന്നുള്ളതിനെ കവിഞ്ഞ് നമ്മൾ വിചാരിക്കാതെ ആ ഡേറ്റ നഷ്ടപ്പെടില്ല എന്ന് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുന്ന വേറൊരു തരം മെമ്മറിയാണ് ഓവർഫ്ലോ മെമ്മറി അല്ലെങ്കിൽ വെർച്വൽ മെമ്മറി. അത് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മുടെ മെയിൻ മെമ്മറിയുടെ കാളും നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറിന് അതിനുള്ള സജ്ജീകരണങ്ങളില്ല. ഉദാഹരണത്തിന് നമുക്ക് 2 MB സപ്പോർട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ നീയിരിക്കും, അല്ലെങ്കിൽ 2 GB സപ്പോർട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ. നമുക്ക് അതിലധികം കൂടുതൽ മെമ്മറി വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് സെക്കൻഡറിയിലുള്ള മെമ്മറിയെ നമുക്ക് അതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് വെർച്വൽ മെമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള വെർച്വൽ മെമ്മറി ഒരു പക്ഷേ നമുക്ക് സെക്കൻഡറി സ്റ്റോറേജിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. ഈ സെക്കൻഡറി സ്റ്റോറേജിന്റെ പ്രത്യേകത കമ്പ്യൂട്ടറുകൾ നേരിട്ട് ആക്സസ് ചെയ്യുന്ന മെമ്മറികളല്ല. നേരിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
റാം ആണ് കമ്പ്യൂട്ടർ നേരിട്ട് ആക്സസ് ചെയ്യുന്ന മെമ്മറി. പക്ഷേ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് ആക്സസ് ചെയ്യാൻ പറ്റും മറ്റു യൂണിറ്റുകളുടെ സഹായത്തോടെ. ഇനിഷ്യലി ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ ഷിഫ്റ്റഡ് ഫ്രം ടു മെയിൻ മെമ്മറി. എപ്പോഴാണോ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യേണ്ടതായി വരുന്നത് അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്നും നമ്മൾ ആ പ്രോഗ്രാം എവിടേക്ക് മാറ്റുന്നു? പ്രൈമറി മെമ്മറിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ എന്തൊരു കാര്യം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും ആ ഡീറ്റെയിൽസ് പ്രൈമറി മെമ്മറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടണം എന്ന് കാണും. ഈ പിക്ചറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വെച്ച മെമ്മറികളെ പല ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന ഒരു പിക്ചറാണ് ഈ പിക്ചർ. 3 ഫീച്ചറുകളാണ് പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുക: കോസ്റ്റ്, ആക്സസ് സ്പീഡ്, സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് കാണുന്നു. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, ഇവയെല്ലാം ഞാൻ പറഞ്ഞു ഇന്റേണൽ പ്രോസസർ മെമ്മറിയാണ് അല്ലെ. ഈ വലതുവശത്ത് എഴുതിയിട്ടുണ്ട് ഇന്റേണൽ പ്രോസസർ മെമ്മറി എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്നതാണ് രജിസ്റ്റേഴ്സും ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ്. അവ ഒത്തിരി എക്സ്പെൻസീവ് ആണെന്ന് കാണാനായിട്ട് കഴിയും. രജിസ്റ്റേഴ്സ് അതുപോലെയാണ്, അവ ലിമിറ്റഡ് ഇൻ നമ്പറാണ് എന്നാണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മെമ്മറിയാണ് മെമ്മറി ഹയറാർക്കിയിൽ പ്രൈമറി മെമ്മറി. റാമും റോമും എന്ന് പറയുന്ന അവയുടെ ഭാഗത്താണ്. റാം എന്ന് പറയുന്നത് വോളറ്റൈൽ ആണ്, റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്. എന്തെങ്കിലും അത് റീഡ് ഓൺലി ആണ്, നമുക്ക് ഡേറ്റ അതിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് കഴിയുന്നില്ല. താൽക്കാലികമായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് CPU നേരിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. എന്നാൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയുന്ന മെമ്മറിയാണ്. കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും സെക്കൻഡറി സ്റ്റോറേജ് ആണ് ഏറ്റവും ലോ ആയിട്ടുള്ള കോസ്റ്റ് ആയിട്ടുള്ള മെമ്മറി. മേളിലേക്ക് ഇന്റേണൽ പ്രോസസർ മെമ്മറിയിലേക്ക് പോകുന്തോറും പ്രൈമറി മെമ്മറി അതിനേക്കാളും കോസ്റ്റ് കൂടിയതാണ്. ഇന്റേണൽ പ്രോസസർ മെമ്മറി കുറെ കൂടെ കാശ് കൂടിയതായിട്ട് കാണാനായിട്ട് കഴിയും. പിന്നെ ഹാർഡ് ഡിസ്ക് മാഗ്നറ്റിക് ഡിസ്ക് ആണ് ആക്സസ് സ്പീഡിൽ ഏറ്റവും സ്ലോ. അതായത് ഏറ്റവും സ്ലോ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹാർഡ് ഡിസ്കും മാഗ്നറ്റിക് ഡിസ്കും. കുറച്ചുകൂടെ സ്പീഡുണ്ട് റാമിനും റോമിനും. ഏറ്റവും സ്പീഡുള്ളത് രജിസ്റ്റേഴ്സും ക്യാഷ് മെമ്മറിയാണെന്ന് കാണാനായിട്ട് കഴിയും. ഇനി സ്റ്റോറേജ് കപ്പാസിറ്റി നോക്കുമ്പോൾ ഏറ്റവും കുറച്ച് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളത് രജിസ്റ്റേഴ്സിനാണ്. കുറച്ചുകൂടെ കൂടി ഇങ്ങോട്ട് ആരോ മാർക്ക് ഇങ്ങോട്ടാ താഴോടേക്ക് കിടക്കുന്നത്, കുറച്ചുകൂടെ കൂടുതലുണ്ട് റാമിനും റോമിനും. ഏറ്റവും കൂടിയത് ഹാർഡ് ഡിസ്കിനും മാഗ്നറ്റിക് ഡിസ്കിനാണെന്ന് കാണാനായിട്ട് കഴിയും. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒരു വർഷം പരീക്ഷയ്ക്ക് വെച്ച് എങ്ങനെയായിരുന്നു ആക്സസ് സ്പീഡിന്റെ അടിസ്ഥാനത്തിൽ മെമ്മറിയെ എങ്ങനെ നമുക്ക് തരംതിരിക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും സ്പീഡുള്ളത് ആദ്യം എഴുതുന്നു, പിന്നെ അടുത്ത സ്പീഡുള്ളത് അടുത്ത സ്പീഡ്. ചിലപ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റി ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പം കോസ്റ്റ് ആയിരിക്കും. ഉറപ്പ് ചോദ്യമാണ് മെമ്മറി ഹയറാർക്കിയെ പറ്റി. വളരെ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. താങ്ക്സ്.